ബീഹാറിൽ ഇന്ന് നിശബ്ദ പ്രചാരണം 122 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. മഹാസഖ്യം പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. അവസാന ഘട്ടത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങളും വോട്ടുകൊള്ളയും ഓപ്പറേഷൻ സിന്ദൂറും ഉയർത്തി വോട്ടുറപ്പിക്കുകയാണ് മുന്നണികൾ. അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് ബീഹാർ നീങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സാധാരണ ഒരു 20 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ബീഹാറിൽ 4ഉം 5ഉം ഘട്ടമായിട്ടായിരുന്നു വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം അക്രമ പരമ്പരകൾ തന്നെയായിരുന്നു, ബൂത്ത് പിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. 1ാം ഘട്ടം കഴിഞ്ഞ് 6ാം തീയതിയായിരുന്നു. അതിൽ തന്നെ ഈ 85%-ലേറെ പോളിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചത് വലിയ ആവേശത്തോടു കൂടിയാണ് ബീഹാർ കാണുന്നത്. കാരണം ഒരു ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പോളിംഗ് ഉണ്ടാകുന്നത്. 2ാം ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരു പോളിംഗ് ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിലാണ്. നമുക്ക് ബീഹാറികളായ ആളുകളോട് തന്നെ ഈ പ്രചരണവും നമ്മൾ കണ്ട കാര്യങ്ങൾ അത് വിഷയങ്ങളെല്ലാം സംസാരിക്കാം. കാരണം നമ്മളെപ്പോഴും BJP ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ധാരാളം ആൾക്കാരും ധാരാളം വാഹനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ മഹാഗഠബന്ധൻ്റെ ഭാഗമായി RJD കോൺഗ്രസിൻ്റെയൊക്കെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ ശക്തമായ സ്ഥലത്തൊക്കെ അതിൽ ബൂത്തിലൊന്നും വലിയ ആളുകൾ കാണുന്നില്ല. അതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. ज़्यादा बाइक ज़्यादा लोग BJP का ऑफिस है, किंतु कांग्रेस का ऑफिस में RJD का ऑफिस में बहुत कम है. इसलिए कि BJP के ऑफिस में एक आदमी को 500 रुपया गाड़ी का पेट्रोल, खाने का पैसा देता है, इसलिए BJP के ऑफिस में भीड़ रहती है. कांग्रेस तो देता नहीं है. कांग्रेस के ऑफिस में आप भीड़ कहाँ से देख पाइएगा? वो पैसा नहीं दे रहा है. रोड में भी चल रहा है तो BJP देता 500 रुपया प्रत्येक बाइक वाले को, खाने का पैसा देता, तेल देता है, तो उसमें भीड़ ज़्यादा रहता है. ഇദ്ദേഹം പറയുന്നത് ഈ BJP കൂടുതൽ പൈസ കൊടുക്കുന്നു. ഒരാൾക്ക് ഒരു ദിവസം 500 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടതാണ്. 50 രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉള്ള സ്ഥലമാണ് ബീഹാർ. മാത്രമല്ല ബൈക്കിലാണെങ്കിൽ ധാരാളം പെട്രോൾ അവർക്ക് കൊടുക്കുന്നു, ഭക്ഷണത്തിനുള്ള വക നൽകുന്നു. അതുകൊണ്ടാണ് ഈ BJPക്ക് ഇത്രയും ആൾക്കൂട്ടം വരുന്നത്. ഇതൊന്നും ഒരു തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹം എന്തായാലും ഒരു RJD കോൺഗ്രസ് സപ്പോർട്ടറാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബൂത്തിലേക്ക് നീങ്ങാനുള്ളത്. 14ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്, വോട്ടെണ്ണൽ നടക്കുന്നത്. അന്ന് മാത്രമാണ് ഈ പറയുന്ന ഈ BJPയുടെ ആൾക്കൂട്ടമാണോ ശരി, അതോ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നിശബ്ദമായ വോട്ടാണോ വിജയം തീരുമാനിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഇനി ഒരു 3 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. അരാരിയയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D ധനസുമോ, മീഡിയ 1.